ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ പോരാട്ടം ഒടുവിൽ അവസാനിച്ചിരിക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തങ്ങളുടെ തുടർ കിരീടം തേടിയുള്ള യാത്ര ആരംഭിച്ചത് അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തുകൊണ്ടാണ്. ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിന് പ്രായമായി എന്നും പഴയതുപോലെ ഇനി കളിക്കുവാൻ കഴിയില്ല എന്നും പറഞ്ഞ് എഴുതിത്തള്ളിയ വിമർശകരുടെ വായടപ്പിക്കുന്ന മാസ് മറുപടിയാണ് ഇന്ന് കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ കണ്ടത്. വേൾഡ് കപ്പ് ഫുട്ബോളിലെ തന്റെ ആദ്യത്തെ ചരിത്രപരമായ ഹാട്രിക്കോടെ മെസ്സി ഇതാ വീണ്ടും വിസ്മയം തീർത്തിരിക്കുന്നു. സകല നേട്ടങ്ങളുടെയും കൊടുമുടി കയറിയിട്ടും ഇനി പ്രത്യേകിച്ചൊന്നും നേടിയെടുക്കുവാനില്ല എന്നറിയാമായിരുന്നിട്ടും തുകൽപന്തിന്റെ ആത്മാവ് തേടിയുള്ള ആ റൊസാരിയോക്കാരന്റെ യാത്രയുടെ ആവേശം ഒട്ടും കുറയുന്നില്ല. കളിമൈതാനങ്ങളുടെ അവസാനത്തെ വാക്ക്, കാൽപന്ത് കളിയുടെ സുൽത്താൻ, താൻ തകർപ്പൻ ഫോമിലാണ് ഇപ്പോഴും. ഒരു വേള ചോദ്യങ്ങൾ ഒരുപാടായിരുന്നു അയാൾക്കെതിരായി ഉയർന്നത്. പക്ഷെ എല്ലാറ്റിനും ഉത്തരമായി അവൻ ഉയർത്തിയത് ലോകകപ്പ് കിരീടമാണ്. എന്നിട്ടും തൃപ്തരാകാത്തവർക്ക് മുമ്പിൽ 2026 വേൾഡ് കപ്പിന്റെ കന്നിപ്പോരാട്ടത്തിൽ തന്നെ ഹാട്രിക്കും സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ന് കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ പതിനായിരങ്ങൾക്ക്, അല്ല ലോകമെമ്പാടും ഇരുന്ന് ചെറുതും വലുതുമായ സ്ക്രീനുകളിലൂടെ കളി വീക്ഷിച്ച കോടിക്കണക്കിന് ജനങ്ങൾക്ക് മുമ്പിൽ കാൽപന്ത് കളിയുടെ മഷിഹ പകർന്ന ആനന്ദത്തിന് പകരം വെക്കുവാൻ ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. അർജന്റീനയുടെ നമ്പർ 10 കുപ്പായക്കാരൻ ലോകത്തിന്റെ നമ്പർ 1 ആയി നിലകൊള്ളുമ്പോൾ ലോകം ഒരേ ശബ്ദത്തിൽ പറയുന്നു, അയാളുടെ കാലുകളിൽ നിന്നും ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ പിറവിയെടുക്കുമെന്ന്. വിധി പലവട്ടം പരീക്ഷിച്ചിട്ടും തളരാതെ വിജയത്തിന്റെ കൊടുമുടിയിൽ പതാക നാട്ടിയ ലയണൽ മെസ്സിയും സ്കലോണിയുടെ ചുണക്കുട്ടന്മാരും ഒത്തുചേർന്നപ്പോൾ ഇന്നിതാ ഫുട്ബോൾ ലോകം വീണ്ടും ആനന്ദാതിരേകത്താൽ നൃത്ത ചുവടുകൾ വെക്കുകയാണ്. ഇന്ന് നടന്ന പോരാട്ടത്തിൽ ഇരു ടീമുകളുടെയും ഫോർമേഷൻ 4-3-3 എന്ന അറ്റാക്കിംഗ് ശൈലിയായിരുന്നു. കളിയുടെ തുടക്കം തന്നെ വളരെ നാടകീയമായിരുന്നു. മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ തന്നെ ലയണൽ മെസ്സി അൾജീരിയൻ വല കുലുക്കി അർജന്റൈൻ ആരാധകരെ ആവേശത്തിലാഴ്ത്തി. എന്നാൽ ആ സന്തോഷത്തിലധികം ആയുസ്സുണ്ടായിരുന്നില്ല. വാർ ചെക്കിങ്ങിൽ അത് ഓഫ്സൈഡ് ആണ് എന്ന് വിധിച്ച് ഗോൾ നിഷേധിക്കപ്പെട്ടു. പക്ഷെ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ അടിക്ക് തിരിച്ചടി എന്ന പോലെ അൾജീരിയ പകരം ചോദിക്കുകയും ചെയ്തു. അതെ, അർജന്റൈൻ പ്രതിരോധ കോട്ടയെ തകർത്ത് അൾജീരിയയും പന്ത് വലയിലെത്തിച്ചു. എന്നാൽ അർജന്റീനയുടെ ഓഫ്സൈഡ് ട്രാപ്പിൽ കൃത്യമായി കുടുങ്ങിയ ആ ഗോളും റഫറി നിഷേധിച്ചു. തുടക്കത്തിലേറ്റ ഈ ഞെട്ടലിൽ നിന്നും അർജന്റീന പതിയെ കളിയിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതിന്റെ ഫലമായി 17-ാം മിനിറ്റിൽ ബോക്സിന് വെളിയിൽ നിന്നും ലയണൽ മെസ്സി തൊടുത്ത ഒരു ലോങ് റേഞ്ചർ അൾജീരിയൻ കീപ്പർ ലൂക്കാസ് സിദാനെ കാഴ്ചക്കാരനാക്കി വലയിൽ പതിച്ചു. സ്കോർ 1-0. ആദ്യ പകുതിയിൽ അർജന്റീന കളി പൂർണ്ണമായി നിയന്ത്രിച്ചെങ്കിലും കൂടുതൽ ഗോളുകൾ നേടുവാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല. എന്നാൽ 2-ാം പകുതിയിൽ അർജന്റീന കൂടുതൽ അപകടകാരികളായി മാറിക്കഴിഞ്ഞിരുന്നു. ആ സമയത്ത് സ്കലോണി വരുത്തിയ സബ്സ്റ്റിറ്റ്യൂഷനുകൾ കളിക്ക് കൂടുതൽ വേഗതയുണ്ടാക്കി. ജൂലിയൻ അൽവാരസും നിക്കോളാസ് ഗോൺസാലസും കളത്തിലേക്ക് വന്നതോടെ അർജന്റൈൻ അറ്റാക്കിന് മൂർച്ച കൂടി. തിരിച്ചുവരവിന് വേണ്ടിയുള്ള അൾജീരിയൻ ശ്രമങ്ങൾക്കുമേൽ വീണ്ടും മെസ്സിയുടെ അടുത്ത ഗോൾ വന്ന് പതിക്കുകയാണ്. അതെ, 60-ാം മിനിറ്റിൽ മെസ്സിയുടെ 2-ാം ഗോൾ. ബോക്സിലേക്ക് വന്ന പന്ത് വളരെ കൃത്യതയോടെ മെസ്സി അൾജീരിയൻ കീപ്പറെ മറികടന്ന് വലയിലാക്കി. സ്കോർ 2-0. ഗ്യാലറികൾക്ക് തീപിടിച്ച നിമിഷമായിരുന്നു അത്. ഒന്നും അവസാനിച്ചിട്ടില്ല. ഇനിയും ഒരു അംഗത്തിനുള്ള ബാല്യമുണ്ട് എന്ന് ലോകം തിരിച്ചറിയുകയും ആരവങ്ങൾ മുഴക്കുകയും ചെയ്തൊരു നിമിഷം. പക്ഷെ കഥ അവിടം കൊണ്ടും അവസാനിച്ചില്ല. 76-ാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസാൽവസിന്റെ അസിസ്റ്റിൽ നിന്നും മെസ്സി വീണ്ടും തകർത്തടിച്ചു തന്റെ ഹാട്രിക് തികച്ചു. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലെ ലയണൽ മെസ്സിയുടെ ആദ്യത്തെ ഹാട്രിക്. ഈ 3 ഗോളുകളോടെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പം മെസ്സി എത്തുകയും ചെയ്തു. 16 ഗോളുകൾ. 79-ാം മിനിറ്റിൽ മെസ്സിയെ പിൻവലിച്ച് നിക്കോപാസിനെ ഇറക്കുമ്പോൾ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു. അയാൾ മൈതാനം വിട്ടുപോകുമ്പോൾ മഷിഹായുടെ അടുത്ത ദർശനത്തിന് വേണ്ടി ഓരോ ആരാധകനും ഇനി അടുത്ത കളിയുടെ ചാർട്ട് തപ്പിപ്പോയിട്ടുണ്ടാവും. റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും ചേർന്ന സെൻട്രൽ ഡിഫൻസ് ഇന്ന് പഴുതുകളില്ലാത്ത കോട്ടയായിരുന്നു കെട്ടിയുയർത്തിയത്. അൾജീരിയൻ ഫോർവേഡുകൾക്ക് ബോക്സിനുള്ളിലേക്ക് ഒരവസരവും അവർ നൽകിയില്ല. അതുകൊണ്ട് തന്നെ എമിലിയാനോ മാർട്ടിനസിന് കാര്യമായ പരീക്ഷണങ്ങളെ നേരിടേണ്ടിയും വന്നില്ല. എങ്കിൽ പോലും ആദ്യ പകുതിയിൽ ലിങ്കപ്പ് കളികളിൽ ചില മിസ്സിംഗ് പാസുകൾ അർജന്റീനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ലൗട്ടാരോ മാർട്ടിനസിന് ലഭിച്ച 1-2 മികച്ച അവസരങ്ങൾ ഫിനിഷ് ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. എന്നാൽ മറുവശത്ത് അൾജീരിയയുടെ അവസ്ഥ അത് വല്ലാതെ പരിതാപകരമായി പോയി. കളിയുടെ തുടക്കത്തിൽ ഹൈ പ്രസിംഗ് തന്ത്രവുമായി അർജന്റീനയെ തലങ്ങും വിലങ്ങും ആക്രമിക്കുവാൻ തയ്യാറെടുത്ത അൾജീരിയ തുടർന്നുള്ള പല നിമിഷങ്ങളിലും കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ അർജന്റീനയെ ഞെട്ടിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ ഉരുളക്കുപ്പേരി പോലെയുള്ള അർജന്റീനയുടെ പ്രസിംഗ് ഗെയിമിന്റെ മുൻപിൽ അവരുടെ മധ്യനിര തകർന്നുപോയി. 2-ാം പകുതിയിൽ അൾജീരിയയുടെ മികച്ച താരമായ റിയാദ് മഹ്റസ് വന്നിട്ടും ചലനങ്ങളൊന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ മത്സരത്തിലെ യഥാർത്ഥ ഹീറോ ലയണൽ മെസ്സി തന്നെയാണ് എന്നുള്ളതിൽ ആർക്കും സംശയമുണ്ടാവില്ല. 38-ാം വയസ്സിലും ഈ മനുഷ്യൻ കാണിക്കുന്ന എനർജിയും കളിയിലെ ഇൻവോൾവ്മെന്റും അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്.
ടൂർണമെന്റിന് മുൻപ് ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതൊന്നും കളിയിൽ കണ്ടതേയില്ല. മെസ്സിയുടെ കളിയിലെ ശൈലിയും ആറ്റിറ്റ്യൂഡും പാടെ മാറിയതായിട്ടാണ് ഇന്നത്തെ കളി കണ്ടപ്പോൾ തോന്നിയത്. പഴയതുപോലെ ഗ്രൗണ്ട് മുഴുവനും ഓടി നടക്കുകയല്ല മെസ്സി ഇപ്പോൾ ചെയ്യുന്നത്. കളി കൃത്യമായി റീഡ് ചെയ്ത് എപ്പോൾ സ്പേസ് കണ്ടെത്തണം, എപ്പോൾ അറ്റാക്ക് ചെയ്യണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുന്ന ഒരു മാസ്റ്റർ ക്ലാസ് ശൈലിയാണ് ഇന്ന് അദ്ദേഹം പുറത്തെടുത്തത്. വിമർശകർ അയാളുടെ പ്രായത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തൻ്റെ കാലുകൾ കൊണ്ട് ചരിത്രം എഴുതിക്കൊണ്ടാണ് മെസ്സി മറുപടി നൽകുന്നത്. കളി ജയിക്കണമെന്ന അടങ്ങാത്ത ആവേശവും ക്യാപ്റ്റന്റെ ആറ്റിറ്റ്യൂഡും ടീമിലെ യുവതാരങ്ങൾക്ക് നൽകുന്ന കോൺഫിഡൻസ് അത് ചെറുതല്ല. 4 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഖത്തറിലെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് തോറ്റതുപോലെയുള്ളൊരു തോൽവി ഇത്തവണയും സംഭവിക്കും എന്ന് പ്രവചിച്ചവർ ധാരാളമുണ്ടായിരുന്നു. അത് കാണുവാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നവർ ആയിരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ചാമ്പ്യന്മാരുടെ തുടക്കം തന്നെയാണ് അർജന്റീനയ്ക്ക് ഇന്ന് ലഭിച്ചത്. ഈ ഫോം തുടർന്നാൽ അർജന്റീനയെ തടയുക എന്നുള്ളത് അസാധ്യമാകും. അർജന്റീന വീണ്ടും ചരിത്രം എഴുതും. ഇന്നത്തെ മത്സരത്തിലെ മെസ്സിയുടെ ഈ കിടിലൻ ഹാട്രിക്കിനെ കുറിച്ചും അർജന്റീനയുടെ ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു കിടിലൻ ഫുട്ബോൾ അനാലിസിസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.